ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്, അതുപോലെ തന്നെ അവർക്കിപ്പോൾ നിങ്ങളോടുള്ള ആ ഒരു എനർജി എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് എന്നുള്ളത്, ജസ്റ്റ് ഒന്ന് മെസ്സേജ് എന്താണെന്നുള്ളത് നോക്കാം. Within the next few weeks, big happy changes. യെസ്, ഈ 3 എനർജീസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ നിലവിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളോടുള്ള എനർജി ഒന്നും എടുത്തിട്ടില്ല, അതിലേക്ക് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഏഞ്ചൽസ് തന്നിരിക്കുന്ന മെസ്സേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പോസിറ്റീവായിട്ടുള്ള മെസ്സേജസ് തന്നെയാണ്. അപ്പോൾ ആദ്യത്തേതാണെന്നുണ്ടെങ്കിൽ ആ ഒരു വിതിൻ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നുള്ള ഒരു മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവാം. ചിലവർ ഒരു സെപ്പറേഷൻ ഫേസിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ബോണ്ടിങ് ആഗ്രഹിക്കുന്നവരുണ്ടാവാം. അപ്പോൾ എന്തിനാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് വന്നിട്ടുള്ള പോലെ ഒരു ഫ്യൂ വീക്സ്, കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ എന്നുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ ഒരു മാറ്റം കടന്നു വരുന്നുള്ളതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ ഒരു ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. അപ്പോൾ സന്തോഷകരമായിട്ടുള്ള എന്തോ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ കടന്നു വരാൻ പോകുന്നുണ്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിലും ആ ഒരു യെസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെങ്കിലും ഒരു ചോദ്യങ്ങളോ കാര്യങ്ങളോ നിങ്ങളുടെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വന്നിരിക്കുന്ന ആ ഒരു യെസ് പോലെ തന്നെ ഒരു ശരിയായിട്ടുള്ളൊരു തീരുമാനമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എടുക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് മൊത്തത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആർക്കൊക്കെയോ ആ ഒരു ഭാഗ്യവും സന്തോഷമൊക്കെ കടന്നു വരാനായിട്ട് പോകുന്നുണ്ട്. കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഒരു മാറ്റം കിട്ടുന്നുള്ള ഒരു പോസിറ്റീവ് മെസ്സേജുമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മളുടെ ഡെയിലി റീഡിങ്സ് കാണുന്ന വ്യക്തിയായിരിക്കും, പക്ഷേ എന്തെങ്കിലും സാഹചര്യവശാൽ ചിലർ സ്കിപ്പ് ചെയ്ത് പോകാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റാതിരിക്കാറുണ്ട്. ചിലപ്പോൾ ഇതുവരെ കാണാത്തൊരു വ്യക്തിയായിരിക്കും ആദ്യമായിട്ട് കാണുന്നത്. അതായത് അതിനും ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ ആ ഒരു റീഡിംഗ് കേൾക്കാനാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് നിങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് തന്നെ ആ ഒരു പോസിറ്റിവിറ്റി കടന്നു വരാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് പേഴ്സൻ്റെ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ആദ്യമേ തന്നെ അവരുടെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ, ന്യൂ വിഷൻ, possibilities, inner voice, existence, guidance, sharing, ripeness, rebirth. ചെറിയ രീതിയിലുള്ള മൈക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ വോയിസിനകത്ത് പതിവിൻ്റെ അത്രയും ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ ഈ ഒരു പേഴ്സണെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ
അവരുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള ഒരു സ്റ്റക്നെസ് കാര്യങ്ങൾ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു പേഴ്സണാണ്. അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാത്തൊരവസ്ഥയായിക്കോട്ടെ, മെൻ്റൽ സ്റ്റക്നെസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അവരുടെ ലൈഫിലൂടെ അനുഭവിച്ച് പോന്നിട്ടുണ്ടാവാം. അത് ഈ ഒരു പേഴ്സൻ്റെ അവരുടെ മൊത്തത്തിലുള്ള സറൗണ്ടിങ്സിൽ മാത്രമല്ല, അവരുടെ ബിഹേവിയറിലോ അല്ലെങ്കിൽ മാനസികമായിട്ട് പോലും ഒരുപാട് മാറ്റങ്ങളിലൂടെ ഈ ഒരു പേഴ്സൺ കടന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. കാരണം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്കിവിടെ കാണാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കോൺടാക്റ്റിലുള്ള പേഴ്സണാണോ അല്ലാത്ത പേഴ്സണാണോ എന്നുള്ളത് അറിയില്ല. കാരണം നമ്മളിവിടെ പതിവ് പോലെ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ഇന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോൺടാക്റ്റിലുള്ളവർക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളൊരു പേഴ്സൺ ആയിരിക്കാം, അകന്ന് നിൽക്കുന്നവരായിരിക്കാം, ആര് വേണമെന്നുണ്ടെങ്കിലും ആവാം. അപ്പോൾ ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ളൊരു മാറ്റം അല്ലെങ്കിൽ അവർ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്നോണം ഈ ഒരു പേഴ്സണും അതിനനുസരിച്ചുള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരുടെ വാക്കുകൾ മാത്രം കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ട്. ഇനി അവനവൻ്റെ ഒരു വേണ്ടി എടുക്കേണ്ടുന്ന ഒരു ഡിസിഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും മറ്റാരോടെങ്കിലും ചോദിച്ചിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ക്യാരക്ടർ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനെല്ലാം ഒരു മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അത് അവരുടെ ലൈഫിൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസസിനും അതിന് തീർച്ചയായിട്ടുള്ള ഒരു പങ്കുണ്ട്. കാരണം ആ ഒരു പേഴ്സൺ ഇപ്പോൾ അവനവൻ്റെ വാക്കുകൾക്കാണ് കൂടുതലൊരു പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റെന്തിനേക്കാൾ ഉപരിയായിട്ട് സെൽഫായിട്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പഠിച്ചിട്ടുള്ള ഒരു മാറ്റം ഈ ഒരു വ്യക്തിക്കുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ ഡിപ്പെൻഡായിട്ട് ആരെങ്കിലുമൊക്കെ അങ്ങനെ ആശ്രയിച്ചൊക്കെ പോയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്കായിട്ടുള്ളൊരു തീരുമാനം എടുക്കാനും അവരുടെ വാക്കുകളാണ് ശരിയെന്ന് മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങിയിരിക്കുന്ന ആ ഒരു സമയം തന്നെയാണ്. മാത്രമല്ല നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു സ്റ്റക്നെസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്നെല്ലാം പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു കുറച്ചൊരു അവരെ സംബന്ധിച്ചൊരു നെഗറ്റീവായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊരു പോസിറ്റീവിലേക്കുള്ള ഒരു ജേണിയിലാണ് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഉള്ളത്. അതവരുടെ നമ്മൾ പറഞ്ഞതുപോലെ അവരുടെ സറൗണ്ടിങ്സിലായാലും അവരുടെ ബിഹേവിയറിലായാലും എല്ലാത്തിലും ആ ഒരു മാറ്റം ഇപ്പോൾ തീർച്ചയായിട്ടും കടന്നു വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവർക്ക് ഇന്ന ഇന്ന ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ചേഞ്ചസിലൂടെ എല്ലാം ഈ ഒരു പേഴ്സൺ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരുടെ ലൈഫിൽ അവർ കുറച്ചൊരു ഹാർഡ്ഷിപ്സിലൂടെ കടന്നു പോകുന്നൊരു സമയത്ത്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അവരെ വേദനിപ്പിക്കുന്ന രീതിയിലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നൊരു സമയമൊക്കെ ഉണ്ടെന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കും അങ്ങനെയുള്ളൊരു കാര്യം, അല്ലെങ്കിൽ മറ്റെന്തും ആവാം. അവരുടെ സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്കത് ഇന്ന കാര്യം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതിലൊക്കെ ആ ഒരു പേഴ്സൺ വളരെയധികം വിഷമിച്ച് മുന്നോട്ട് പോയിരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും അത് റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവാം. പെട്ടെന്ന് അവർ ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റക്നെസ് വരിക, ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അങ്ങനെയുള്ളൊരു ലൈഫ് ജേണിയിലൂടെ ആയിരുന്നു ഈ ഒരു പേഴ്സൺ പോയിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ലൈഫിൽ അവർ വളരെയധികം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഷ്ടപ്പാടിലൂടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലായാലും അല്ല ഫിനാൻഷ്യലുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചിലർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് ആ ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ മാത്രമല്ല, മൊത്തത്തിൽ അവരുടെ ലൈഫിൽ എല്ലായിടത്തും അത് റിഫ്ലക്റ്റ് ചെയ്യും. അവരിൽ ചുറ്റി നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരിൽ വേണ്ടപ്പെട്ടവർക്കും അത് റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമുക്കിവിടെ ഒരു മാറ്റം തീർച്ചയായിട്ടും അവർക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു പേഴ്സൻ്റെ ഒരു മോശം സമയമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പതിയൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം ആ ഒരു പേഴ്സൺ ഇപ്പോൾ വന്നു തുടങ്ങിയതായിട്ട് തന്നെ നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഒരു പോസിറ്റീവ് മാറ്റത്തിൻ്റെ ഒരു അങ്ങനെയുള്ളൊരു എന്താ പറയുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവാം. കാരണം ഇവിടെ നമ്മൾ കാണുന്നത് പോലെ തന്നെ പല കാര്യങ്ങളും ആ ഒരു ഷെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഷെയറിംഗ് മാത്രമല്ല, മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ നടത്താനാണെന്നുണ്ടെങ്കിലും ഒക്കെയുള്ള ആ ഒരു എനർജിയാണ് അവിടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു വ്യക്തി എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മളിവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നേരത്തെ പല കാര്യങ്ങൾക്കുമായിട്ട് ചിന്തിച്ച് അല്ലെങ്കിൽ ഏത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റക്നെസ്സിലൊക്കെ അനുഭവപ്പെട്ട് 10 പ്രാവശ്യം തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാനാണെന്നുണ്ടെങ്കിലും ഭയപ്പെട്ടിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും മാറ്റം വന്നിട്ടുണ്ട്. ആ ഒരു പേഴ്സൺ ഓൾമോസ്റ്റ് ഒരു സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നൊരു സ്റ്റേജിലാണ്. അവർ കുറച്ചും കൂടി ഒന്ന് കോൺഫിഡൻസ് ലെവൽ കൂടിയതായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ കാണാനായിട്ട് കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെയുള്ള ഒരു സ്ലോ പേസും ഇല്ല, എന്നാൽ ഒരു കാര്യത്തിനകത്ത് ഒരു ധൃതിയുമില്ല. എല്ലാം അതിൻ്റേതായിട്ടുള്ള ഒരു വഴിക്ക് പോകുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ആ ഒരു യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സമയമായിട്ട് പറയാം. ആ ഒരു സ്പിരിച്വലിയും അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ അവരുടെ ലൈഫിൽ കടന്നു വന്നിട്ടുള്ളൊരു പേഴ്സണും കൂടിയാണ്. ഇപ്പോൾ ചിലർക്ക് കാര്യമുണ്ട്,
നേരത്തെ അത്ര ദൈവവിശ്വാസമൊന്നും ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ള വ്യക്തികളുണ്ടാവും. പക്ഷേ അവരുടെ ലൈഫിൽ യൂണിവേഴ്സായിട്ട് തന്നെ ചില കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ചില സത്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമ്പോൾ അവർക്ക് പതിയെ ആ ഒരു ദൈവവിശ്വാസം വരാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വലേക്ക് അവർ കൂടുതൽ കണക്റ്റ് ആവാറുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ളൊരവസ്ഥ ഈ ഒരു പേഴ്സണും ചിലപ്പോൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. ഇവിടെ നമുക്ക് ലാസ്റ്റ് വന്നിരിക്കുന്ന എനർജി ആണെന്നുണ്ടെങ്കിലും ആ ഒരു റീബർത്ത് എനർജിയാണ്. അതായത് മൊത്തത്തിലുള്ള ആ ഒരു മാറ്റം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഉയർത്തെണീപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വ്യക്തി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്, ഒരു എൻഡിങ് ആണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റീബർത്ത് തീർച്ചയായിട്ടും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ലൈഫിൽ ഒരുപാട് ട്രാൻസിഷനിലൂടെ പോന്നിട്ടുള്ള ഒരു പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങളും നിങ്ങൾക്കും അനുഭവിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല ഇനിയിപ്പോൾ കോൺടാക്റ്റിൽ ഇല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മറ്റുള്ളവർ വഴി അറിയിക്കുകയോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ പോലും. അപ്പോൾ അവരുടെ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇപ്പോൾ വന്നിട്ടുള്ളൊരു മാറ്റമൊക്കെ നിങ്ങൾക്കും പതിയെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു സൈഡിലേക്ക് ആ ഒരു പേഴ്സൻ്റെ ലൈഫ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിലൊരു നട്ഷെല്ലിനകത്തിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും തടസ്സങ്ങളും കൊണ്ട് സ്വയം ഒതുങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും പിൻവാങ്ങി നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിലും പല മാറ്റങ്ങൾ റിഫ്ലക്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി നോക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഇപ്പോൾ ഉള്ളൊരു എനർജി എന്താണ്, ഈ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലും അല്ലെങ്കിൽ നിങ്ങളോടുള്ള എനർജിയിലും റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. Star, 10 of Cups, 6 of Swords, Knight of Wands, 2 of Cups, 9 of Wands, Chariot, the Lovers, 6 of Wands, 2 of Swords, Queen of Cups, Ace of Coins, 10 of Swords, 6 of Coins. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഉള്ള പല എനർജീസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് കഴിയും എത്രത്തോളം മാറ്റം ഈ ഒരു പേഴ്സൺ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പോൾ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ നോക്കി കാണുന്നതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ഒരുപാട് സ്ട്രഗിൾസിന് ശേഷം നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ എൻ്റർ ചെയ്തിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ വലിയൊരു അകൽച്ചയ്ക്കോ ഒരു ശേഷം ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് റെസനേറ്റ് ആവും, കാരണം അവർക്ക് തന്നെ അറിയാമല്ലോ അവരുടെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു തിരിച്ചുവരവ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാറ്റത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നേരത്തെ ഇവരുടെ ഒരു സിറ്റുവേഷൻ എനർജി എടുത്തപ്പോൾ തന്നെ പറഞ്ഞതാണ്, ഒരു നട്ഷെല്ലിനകത്തായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ഇറിറ്റേറ്റ് ചെയ്തിരുന്നു, അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു കാലത്തിലൂടെ പോയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കിപ്പോൾ ഒരു അവരുടേതായിട്ടുള്ള നിലപാടുണ്ട്. ഇപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാണ്, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാറ്റം ആ ഒരു പേഴ്സൻ്റെ ലൈഫിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അതിവിടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോഴും നമ്മളവിടെ പറഞ്ഞു ഒരു വ്യക്തിയുടെ ലൈഫിൽ പോസിറ്റീവായാലും നെഗറ്റീവായിട്ട് ആണെന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ ചുറ്റുമുള്ളവർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിലും അത് റിഫ്ലക്റ്റ് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും ഇവിടെ ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് നല്ലതുപോലെ കാണാം. അപ്പോൾ അവരുടെ ഒരു ഇൻറ്റിമസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിവിടെ ആ ഒരു 2 ഓഫ് കപ്സ്, അതുപോലെ ലവേഴ്സ് എനർജി, 10 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് കപ്സ്, അങ്ങനെയുള്ള എനർജീസ് ഒരുപാട് കയറി വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത്രത്തോളം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഇപ്പോൾ വാല്യൂ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു പേഴ്സണാണ്. ഇവിടെ ആ ഒരു ചോയ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ കാണാം. ഒരു ചോയ്സോ ഒരു സ്റ്റക്നെസ് ഒക്കെ ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പാസ്റ്റിൽ അവരുടെ
മനസ്സിനകത്തുണ്ടായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അറിയാം അങ്ങനെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. പക്ഷേ ഇപ്പോൾ അവരതിൽ നിന്നൊക്കെ പുറത്ത് വന്നു. കാരണം ആ ഒരു പേഴ്സൺ ഇപ്പോൾ ആ ഒരു ചോയ്സ് എന്താണെന്നുള്ളത് നന്നായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നേരത്തെ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ഒക്കെ ആയിരുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിൽ നിന്ന് അവർ പുറത്ത് വന്നിരിക്കുന്നു. മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന മിക്ക എനർജീസിനകത്തും ആ ഒരു ആക്ഷൻ നമുക്ക് കാണാം. ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എനർജീസാണ്. ഒന്നും പിന്നത്തേക്ക് വെക്കുന്ന ഒരവസ്ഥയല്ല. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. ഈ ഒരു ഇനിഷ്യൽ എനർജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹീലിംഗ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തടസ്സമായിട്ട് അല്ലെങ്കിൽ ആ ഒരു സ്റ്റക്നെസ്സിൽ പോയിരുന്നവരാണ്. നോ കോൺടാക്റ്റ് ആയിരുന്നു. ചിലപ്പോൾ ഒരു പെയിൻഫുൾ എൻഡിങ് എന്നുള്ള രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഹീലാവാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു മുറിവ് കൊണ്ട് നടക്കാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് അങ്ങനെ അകന്ന് നിൽക്കാനോ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് അത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളിലാണ് അവരുടെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഒരു പ്രതീക്ഷ. ഇവിടെ നമ്മൾ ഈ ഒരു ലേഡി നോക്കിയിരിക്കുന്നത് പോലെ തന്നെ ആ ഒരു പ്രതീക്ഷയോടെ അവർ ഉറ്റുനോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു പേഴ്സണാണ്. എല്ലാ സ്റ്റക്നെസ്സിൽ നിന്നും പുറത്ത് വരാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് മറ്റെന്തിനേക്കാളും കൂടുതലൊരു സന്തോഷം അവർക്ക് കൊടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇനിയും അത് ഉണ്ടാവണം എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടതായി തീരുന്നത് മറ്റെവിടെ നിന്നും കിട്ടാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ സ്നേഹമായാലും എന്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു കംഫർട്ട് ലെവലായിരിക്കും, സെക്യൂരിറ്റി ആയിരിക്കും. ഇതൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്കത് ഒരുപാട് പ്രിയപ്പെട്ടതായി മാറാറുണ്ട്. എന്ന് പറഞ്ഞതുപോലത്തെ ഒരവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പാസ്റ്റിലുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം. സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതിൽ നിന്നെല്ലാം മാറി വളരെ സേഫായിട്ട് അല്ലെങ്കിൽ സെക്യൂറായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇതാണെന്നുണ്ടെങ്കിലും ആ ഒരു ആക്ഷനാണ് അവിടെ നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതെ, അവർക്ക് നിങ്ങളോട് അത്രയേറെ ഒരു താല്പര്യം അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇത് ഈ ആരുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ വളരെയധികം എന്തൂസിയാസ്റ്റിക് ആയിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവരിപ്പോൾ അവരുടെ ലൈഫിൽ മറ്റെന്തിനേക്കാളും പ്രഥമ പരിഗണന ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വേറെ എന്ത് കാര്യങ്ങൾ അവർ അലട്ടുന്നുണ്ടെങ്കിലും ഇപ്പോൾ അലട്ടുന്നത് ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇവരുടെ സിറ്റുവേഷൻ എടുത്തപ്പോൾ നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടെങ്കിലും വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്നുണ്ട്. അല്ലെങ്കിൽ അവരുടെ മനസ്സിനകത്ത് അങ്ങനെ തന്നെയാണ് അവർ കാണുന്നത്. വേറൊരു ചോയ്സ് അവരുടെ മനസ്സിനകത്തില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചനയും കൂടിയാണത്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൻ്റെ കടിഞ്ഞാൺ അവർക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളോ കൊണ്ട് ചിലർക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാവും. ഒരു റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാരേജിന് വേണ്ടി ഒരുങ്ങിയിരുന്നവരായിരിക്കാം. പക്ഷേ പെട്ടെന്നായിരിക്കാം അവരുടെ ലൈഫിൽ മൊത്തത്തിൽ താളം തെറ്റുന്ന പോലെയുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവുന്നത്. ചിലപ്പോൾ ജോലി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ അവരുടെ ആ ഒരു കംപ്ലീറ്റ് നിയന്ത്രണം അവരുടെ കൈകളിലാണ്. അവർ വേറെ ഒന്നിനെയും വകവെക്കുന്നില്ല. അവർ അവരുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം എന്താണോ അതിനെ മാത്രമാണ് അവർ തീർച്ചയായിട്ടും നോക്കിക്കാണുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം വളരെ കോൺഫിഡൻസോടു കൂടി ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ മാരേജിനൊക്കെ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവലിൽ നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നോ കോൺടാക്റ്റിലുള്ളവർ ജസ്റ്റ് ഒരു കോൺടാക്റ്റിലേക്ക് വരുന്ന ഒരു എനർജി, ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം എന്നൊക്കെയുള്ള എനർജീസൊക്കെ നമുക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു വ്യക്തി ഒരു കമ്മിറ്റ്മെൻറ്റ് ലെവലിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങളോടൊപ്പം വേണം എന്നുള്ള ഒരു തീരുമാനത്തിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷനിൽ എത്തി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചോയ്സിൻ്റെ എനർജി കാണാം. അല്ലെങ്കിൽ അവരൊന്ന് കൺഫ്യൂസ്ഡ് ആയിരുന്നു എന്നുള്ളത് കാണാം. പക്ഷേ അതിനൊക്കെ അവർക്കിപ്പോൾ മറികടക്കാനായിട്ട് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപാട് എഫേർട്ട് ഇട്ട് തളർന്നിരുന്ന് പോയൊരു പേഴ്സൺ ആയിരിക്കാം. അവർക്ക് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുനിന്ന് ഒരുപാട് സഫർ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം പല കാര്യങ്ങളിലും. പക്ഷേ കറൻറ്റ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നെല്ലാം പുറത്തേക്ക് വരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ചിന്തകളിൽ വന്നിട്ടുള്ള മാറ്റമാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അതായത് ആ ഒരു പേഴ്സണ് സ്വതന്ത്രമായിട്ട് ഇപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഒരുപാട് തടസ്സങ്ങളോ അല്ലെങ്കിൽ ഒരു ഡിലേയോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്കിത് മതി, ഇതാണ് എൻ്റെ തീരുമാനം, എനിക്കിതുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള അത്രയും ഡിറ്റർമിൻഡ് മൈൻഡ് സെറ്റിൽ നിൽക്കുന്ന പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണുന്നത്. കാരണം ഇവിടെ നിങ്ങളോടുള്ള ആ ഒരു ഇമോഷൻസ് വൈസ് നോക്കിയാലും അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ തരത്തിലും ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മതി എന്നുള്ള ആ ഒരു ചോയ്സാണ്. കൺഫ്യൂഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതാണ് എനിക്ക് വേണ്ടത്, ഇതാണ് എൻ്റെ ട്രഷർ എന്ന് അവർ കരുതുന്നുണ്ട്. അപ്പോൾ അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് ഇവരുടെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അത്രയും ഉറച്ചൊരു തീരുമാനമാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാസ്റ്റിൽ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ ഹേർട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പിരിഞ്ഞ് നിൽക്കാനുണ്ടായിരുന്ന ഒരു സാഹചര്യം ആയിക്കോട്ടെ, ആ ഒരു ഡീപ്പ്
പെയിൻഫുൾ എൻഡിങ് ആയിരിക്കാം ചിലപ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെല്ലാം മറികടക്കണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഈ ഒരു പേഴ്സണുള്ളത്. കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനകത്തേക്ക് തിരിച്ചു വരാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. പഴയ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പുതിയതായിട്ട് വീണ്ടും ആ ഒരു റിഫ്രഷിങ് എനർജി നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പോകണം എന്നുള്ള ഒരു ആഗ്രഹം കാണാം. അപ്പോൾ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്കും തിരിച്ചു തരാനുള്ള അവരുടെ ഒരു തീരുമാനം കൂടിയാണ്. മാത്രമല്ല അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ പരസ്പരം ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് അല്ലെങ്കിൽ രണ്ടുപേർക്കും സ്പേസ് കൊടുത്തു പോകുന്ന ഒരു എനർജിയും കൂടി നമുക്കവിടെ കാണാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് അങ്ങനെയുള്ളൊരു തിരിച്ചു വരവ് ഈ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ തിരിച്ചു വരാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഉടനെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാരണം ഇവിടെയുള്ള എനർജീസ് മിക്കതും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ഷൻ ഓറിയൻറ്റഡ് എനർജീസ് തന്നെയാണ്. അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ബോൾഡ്നെസ് ഇവർക്ക് നല്ലതുപോലെ ഉണ്ട്. ഇപ്പോൾ മറ്റെന്തെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിലോ തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഹൈഡ് ചെയ്ത് വെക്കാനോ അങ്ങനെയുള്ള ഒരു ഉദ്ദേശം ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തുനിന്നില്ല. വളരെ സ്ട്രോങ് ആയിട്ട് ഉറച്ച കാൽവെപ്പോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ളൊരു തീരുമാനമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു സ്പ്രെഡിൽ പറഞ്ഞതുപോലെ പലവിധ കഷ്ടപ്പാടുകളും അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർമേഷൻ തീർച്ചയായിട്ടും ഇവരുടെ ലൈഫിനെ കൂടി മാറ്റിമറിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ഒരു അപ്രോച്ചിൽ പോലും ആ ഒരു മാറ്റം നല്ലതുപോലെ കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഇതുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ആദ്യം ആ ഒരു ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എടുത്തപ്പോൾ കണ്ടതുപോലെ ബിഗ് ഹാപ്പി ചേഞ്ചസ് ഉണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞത് വെറുതെ അല്ല. കാരണം ഈ ഒരു വ്യക്തി അത്രയും സ്ട്രോങ് ആണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ ഒരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് രണ്ടുപേരും ഒരുമിച്ച് ഉണ്ടാവേണ്ടുന്ന ഒരു സമയമൊക്കെയാണ് കടന്നു വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും പോസിറ്റീവായിട്ടുള്ള എനർജി ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. അധികം ക്ലൂസ് എടുത്തിട്ടില്ല. നമ്പർ 24, എറണാകുളം, കാസർഗോഡ്, ഉത്രാടം, ചോതി നക്ഷത്രം. നമ്പർ 19, തൃശ്ശൂർ, ലീബ്ര സോഡിയക് സൈൻ. മൂലം നക്ഷത്രം, അക്വേറിയസ് സോഡിയക് സൈൻ. ലെറ്റർ എം, ലെറ്റർ സി. നമ്പർ 12 ആൻഡ് ചതയം നക്ഷത്രം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബ് ആദ്യം മുതലേ അവസാനം വരെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കുമ്പോൾ വളരെ ഹറിബറിയായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിനിടയിലൊക്കെ റീഡിംഗ് കേൾക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതായത് കുറച്ചൊരു സമയം മാറ്റി വെച്ച് എപ്പോഴാണോ നിങ്ങൾക്ക് റിലാക്സ് ആയിട്ട് കാണാനായിട്ട് കഴിയുന്നത് അല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് ഇത് കംപ്ലീറ്റ്ലി കേൾക്കാൻ സാധിക്കുന്നത് ഈ ഒരു നിങ്ങളുടെ പേഴ്സണെ ആണെന്നുണ്ടെങ്കിലും വിചാരിച്ചുകൊണ്ട് അപ്പോൾ അത് കേൾക്കുന്നത് കുറച്ചുകൂടി നിങ്ങൾക്ക് ആ ഒരു പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ആൻഡ് റീകൺസിലേഷൻ ഉണ്ടാവാനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.